മത്സ്യങ്ങളുടെ ലഭ്യത കുറയുന്ന സമയത്തൊക്കെ നമുക്ക് ഏറ്റവും ഉപകാരപ്പെടുന്നതാണ് മുറ്റത്തുള്ള അക്വാപോണിക് സിസ്റ്റം. പ്രത്യേകിച്ച് ആഴം കുറഞ്ഞ ടാങ്കൊക്കെ മുറ്റത്തുണ്ടെങ്കിൽ ഒന്ന് ഇറങ്ങിയിട്ടൊന്ന് കോരിക്കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള മത്സ്യങ്ങൾ കിട്ടും. അതിനെ വറുത്തും ഗ്രില്ല് ചെയ്തൊക്കെ കഴിക്കാൻ അതീവ രുചികരമാണ് കേട്ടോ. ഈ തിലാപ്പിയ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒഴിവാക്കേണ്ട ആവശ്യമൊന്നുമില്ല, സൂപ്പർ ടേസ്റ്റാണ്. അതിന് നമ്മുടെ മുറ്റത്ത് തന്നെ ഒരു അക്വാപോണിക് സിസ്റ്റം വേണം. മാത്രമല്ല ഇതിൻ്റെ വിസർജനീയ വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് ധാരാളം പച്ചക്കറി ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ആ സമയത്ത് പോയി കറി വെക്കുന്ന സമയത്ത് മാത്രം പോയി പറിച്ചെടുത്തിട്ട് നമുക്ക് സ്പോട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ അതീവ രുചിയാണ്. ഇതെല്ലാറ്റും നല്ല രുചിയായിരിക്കും, പ്രത്യേക രുചിയായിരിക്കും. ഇത് ഇവിടെ തന്നെ ഉണ്ടായ കുഞ്ഞുങ്ങളാണ്, അതുകൊണ്ട് തന്നെ അധികം വലിപ്പമൊന്നും ഉണ്ടാവില്ല. 300 ഗ്രാം 200 ഗ്രാം 350 450 ഗ്രാം മാക്സിമം 500 ഗ്രാം ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞങ്ങൾ ആദ്യം ഇട്ട മത്സ്യങ്ങളുടെ കുഞ്ഞുങ്ങളാണ് ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മത്സ്യങ്ങളെ പിന്നീട് ഇടേണ്ടി വന്നിട്ടില്ല. ഇതിങ്ങനെ തലമുറ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനാവശ്യമുള്ളപ്പോഴൊക്കെ നമുക്ക് പിടിച്ചിട്ട് വറുത്തും കറി വെച്ചൊക്കെ കഴിക്കാം. നല്ല രുചികരമായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ എല്ലാവരും മുറ്റത്തൊരു അക്വാപോണിക് സിസ്റ്റം ഉണ്ടാക്കാൻ ശ്രമിക്കണം. പുതിയ വീടുണ്ടാക്കുന്നവരായാലും പഴയ വീടുള്ളവരായാലും മുറ്റത്ത് തന്നെ നമ്മുടെ ഒരു ചെറിയ ഗാർഡനോട് ചേർന്ന് നല്ല ഭംഗിയുള്ള അക്വാപോണിക് സിസ്റ്റം ഉണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട് നമുക്ക്. ഇന്നലെ നമ്മൾ ബ്ലാക്ക് സോൾജർ ഫ്ലൈ ലാർവകൾ മത്സ്യങ്ങൾ കൊടുത്തു. ഇന്ന് മത്സ്യങ്ങളെ പിടിച്ച് ഫ്രൈ ചെയ്തും കറി വെച്ചും കഴിച്ചു. അതിൻ്റെ അവശിഷ്ടങ്ങൾ വീണ്ടും ലാർവകൾക്ക് കൊടുക്കുന്നു. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വേസ്റ്റ് എന്ന് പറയുന്ന സംഭവം നമ്മുടെ വീട്ടിലോ പരിസരത്തോ ഒന്നും ഉണ്ടാവില്ല, നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. ഇങ്ങനെ ഓരോ കുടുംബവും ഇതേപോലെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ നാട് ശരിക്കും ദൈവത്തിൻ്റെ സ്വന്തം നാടായി മാറും.